പുതിയ അറിവുകളും അനുഭവങ്ങളും പ്രചോദനങ്ങളും നേടാനുള്ള മറ്റൊരു മനോഹരമായ പ്രഭാതത്തിൽ എല്ലാവരെയും ഡിവിഷനിലേക്ക് ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. ഓരോ ദിവസവും നമ്മെ വളർച്ചയിലേക്കും വിജയത്തിലേക്കും നയിക്കുന്ന പുതിയ പാഠങ്ങൾ സമ്മാനിക്കുന്നതാണ്. അത്തരമൊരു പ്രചോദനാത്മകമായ സെഷനാണ് ഇന്ന് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി ശ്രീ KM ബഷീർ സാറാണ്. ബഷീർ സാറിനെ ഡിവിഷനിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അൽ മലബാരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മുഖ്യ നിർവാഹക ഉദ്യോഗസ്ഥനായും സിജി ദമാം ചാപ്റ്ററിന്റെ സ്ഥാപക അംഗവും ഉപദേശക സമിതി അംഗവുമായി പ്രവർത്തിക്കുന്ന അദ്ദേഹം മാധ്യമരംഗത്തും സാമൂഹിക സേവന രംഗത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വമാണ്. മാധ്യമം ദമാമിന്റെ മുൻ സീനിയർ ജേർണലിസ്റ്റും ബ്യൂറോ ചീഫുമായിരുന്ന ഇദ്ദേഹം ഇന്ന് മീഡിയ വൺ, മാധ്യമം, ദമാം എന്നിവയുടെ എക്സിക്യൂട്ടറായി പ്രവർത്തിക്കുന്നു. മികച്ച എഴുത്തുകാരൻ, വാഗ്മി, സാമൂഹിക പ്രവർത്തകൻ എന്നീ നിലകളിലും അദ്ദേഹം സുപരിചിതനാണ്. അറിവും അനുഭവങ്ങളും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും ഒരുപോലെ ചേർന്ന ഈ മഹത് വ്യക്തിത്വത്തെ ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. സർ, പ്ലീസ്. അസ്സലാമു അലൈക്കും. ഗുഡ് മോർണിംഗ്. സൗദി അറേബ്യയിലെ ദമാമിൽ നിന്നാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ പുലർച്ചെ 4 മണിയാണ്. ഈ പ്രഭാതത്തിൽ എല്ലാവർക്കും ഞാൻ ശുഭദിനം നേരുകയാണ്. 1996 സിജി പ്രവർത്തനം ആരംഭിച്ചത് മുതൽ സിജിയോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരാൾ എന്ന നിലക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇതിൻ്റെ സംഘാടകരെ, ഇതിലേക്ക് എന്നെ ക്ഷണിച്ച എൻ്റെ സംഘാടകരെ ഞാൻ എൻ്റെ നന്ദി ആദ്യമേ അറിയിക്കുകയാണ്. ഇന്നലെ സാജിദ് മച്ചിങ്ങൽ സാർ റിലേഷൻസിനെ കുറിച്ച് മനോഹരമായ ഒരു ക്ലാസ് എടുത്തിരുന്നു. അദ്ദേഹം എടുത്ത ആ ക്ലാസിൻ്റെ ഒരുപക്ഷെ തുടർച്ച എന്ന് പറയാവുന്ന ഒരു വിഷയമാണ് എനിക്കിന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ബ്രോഡൻ യുവർ മൈൻഡ്, സ്ട്രെങ്തൻ യുവർ റിലേഷൻഷിപ്പ്. സാജിദ് സാർ ഇന്നലെ നിങ്ങളോട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ആ ചോദ്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ആരെങ്കിലും ഒക്കെ പറയാം. നമ്മൾ ഈ ജീവിതകാലത്തിന്റെ ഇടക്ക് ഏറ്റവും സമ്പാദിച്ച ഏറ്റവും നല്ല ഒരു കാര്യം എന്തായിരുന്നു എന്നായിരുന്നു. അതായിരിക്കാം, ആണോ? യെസ്, അത് തന്നെ. എന്തായിരുന്നു അതിനുള്ള മറുപടി? പലരും പലതും പറഞ്ഞു. ആരോ ഒരാള് റിലേഷൻഷിപ്പും പറഞ്ഞിരുന്നു. കൂട്ടത്തിൽ സമാധാനം, പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു സർ. ഓക്കെ, സായി സാറ് ഏത് മറുപടിയാണ് ഉദ്ദേശിച്ചിരുന്നത്? അദ്ദേഹം വന്ന പോയിന്റ് ഏതായിരുന്നു? റിലേഷൻഷിപ്പ് ആയിരുന്നു. അതെ, റിലേഷൻഷിപ്പ് വിഷയം അതായിരുന്നു. ഞാൻ ഇന്ന് അതിന് വേറൊരു തരത്തിലൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. മറ്റൊരു ചോദ്യം, ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, ബന്ധങ്ങൾ എന്ന് പറയുന്നത് എത്ര വിധമുണ്ട് എന്നാണ് ആ ചോദ്യം. ആർക്കെങ്കിലും ഒരു മറുപടി പറഞ്ഞാൽ സന്തോഷമായിരുന്നു. സാറേ, ഫോർമൽ റിലേഷൻഷിപ്പ് ഉണ്ട്, അതേപോലെ നമ്മുടെ ഹെർട്ട് ടച്ചിങ് ആയ ആത്മബന്ധങ്ങളുണ്ട്, അതേപോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖലകളിൽ ഔപചാരിക ബന്ധങ്ങളുണ്ട്, നാട്ടുകാരുമായി ഇൻഫോർമൽ റിലേഷൻഷിപ്പും ഉണ്ട്. അതെ, അപ്പൊ അതൊക്കെ ശരി തന്നെയാണ്. ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? പ്രധാനമായിട്ടും രക്തബന്ധം, വിവാഹബന്ധം, ഇങ്ങനെ 2 ബന്ധങ്ങളായിട്ട് പറയാറുണ്ട്. പിന്നെ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് സാറും. ഓക്കെ, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ബന്ധങ്ങളുണ്ട്. വളർത്തുന്ന ബന്ധങ്ങൾ അല്ലേ? ഓക്കെ, ഞാൻ മൊത്തം ഈ ബന്ധത്തെ 2ആയിട്ട് തിരിക്കുകയാണ്. അതിലൊന്ന്, നമുക്ക് തിരഞ്ഞെടുക്കാൻ ഒരു സ്വാതന്ത്ര്യവുമില്ലാത്ത ബന്ധം. രണ്ടാമത്തേത്, നമുക്ക് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുള്ള ബന്ധം. ഇങ്ങനെ മൊത്തം ബന്ധങ്ങളെ ഞാൻ 2ആയി തിരിക്കുകയാണ്. നമുക്ക് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ,
നമ്മുടെ പേരക്കുട്ടികൾ, നമ്മുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും സഹോദരങ്ങൾ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവരെ ആരെയും നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടപ്രകാരം നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്നവരല്ല. നമ്മുടെ മാതാവ് ആരായിരിക്കണമെന്ന് എനിക്ക് തിരഞ്ഞെടുക്കാൻ കഴിയില്ല, എൻ്റെ പിതാവ് ആരായിരിക്കണമെന്നും എനിക്ക് തിരഞ്ഞെടുക്കാൻ കഴിയില്ല. അതൊക്കെ നേരത്തെ സെറ്റ് ചെയ്തു വെച്ച ഒരു സംഗതിയാണ്. ഇതാണ് ബന്ധങ്ങളിലെ ഒരു ഘടകം. ഇതിനെയാണ് നമ്മൾ പലപ്പോഴും രക്തബന്ധം അല്ലെങ്കിൽ കുടുംബബന്ധം എന്നൊക്കെ പറയുക. മറ്റൊന്ന് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുള്ള ബന്ധം. ആ ബന്ധം എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ ഭാര്യയെ തിരഞ്ഞെടുക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ ഭാര്യ ആരായിരിക്കണം, എൻ്റെ ജീവിത പങ്കാളി ആരായിരിക്കണം എന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്, നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഓരോ സ്ത്രീക്കും തൻ്റെ ഭർത്താവ് ആരാണ് എന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളാരായിരിക്കണം, നമ്മുടെ സഹപ്രവർത്തകരായിരിക്കണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ വളരെ വിശാലമായൊരു മേഖലയുണ്ട്. ഈ മേഖലയിലൊക്കെ നമ്മളുടെ ബന്ധം, സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ നാം ആരെയുമായി ബന്ധപ്പെടണമെന്ന് തിരഞ്ഞെടുക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഒന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുള്ള ബന്ധം, മറ്റൊന്ന് തിരഞ്ഞെടുക്കാൻ ഒരു സ്വാതന്ത്ര്യവുമില്ലാത്ത ബന്ധം. ഈ രണ്ട് ബന്ധങ്ങൾ ചേർന്നുകൊണ്ടാണ് മനുഷ്യ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇതിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുള്ള ബന്ധങ്ങളിൽ നമ്മുടെ തിരഞ്ഞെടുപ്പ് പാളിപ്പോയാൽ അത് ജീവിതം കട്ടപ്പയാകും എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറും. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ട ഒരു തിരഞ്ഞെടുപ്പാണ് അത് എന്നാണ് എനിക്ക് ആമുഖമായി അതും സംബന്ധമായി പറയാനുള്ളത്. ഈ രണ്ട് ബന്ധങ്ങളും നല്ല നിലയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം നമുക്ക് സന്തോഷകരമാക്കി തീർക്കാൻ കഴിയുക. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടാലും നമ്മെ പിടിച്ചു നിർത്തുന്നതും നമുക്ക് തണലേകുന്നതുമാണ് ഈ രണ്ട് ബന്ധങ്ങളും എന്നുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ അടിത്തറയാണ്, സാമൂഹ്യ ജീവിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനുഷ്യ ജീവിതത്തിൻ്റെ അടിത്തറയാണ് ഈ ബന്ധങ്ങൾ എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ജനിച്ച് ഒറ്റയ്ക്ക് ജീവിച്ച് ഒറ്റയ്ക്ക് മരിച്ചു പോകാൻ വേണ്ടി ജനിക്കപ്പെട്ടവനല്ല. തീർച്ചയായും ഒരു സാമൂഹ്യ സ്വഭാവത്തിലാണ് മനുഷ്യൻ്റെ ജനനവും അവൻ്റെ ഭൂമിയിലെ ജീവിതവും ഒക്കെ എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ മാതാപിതാക്കളുടെ, പ്രത്യേകിച്ച് അമ്മയുടെ ഒരു കരുതലിലാണ് നമ്മൾ എല്ലാവരും വളർന്നിട്ടുള്ളത്. ആ കരുതലിനെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ വളർന്നിട്ടുള്ളത്. നമ്മൾ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ കുടുംബത്തെയും അതേപോലെ തന്നെ സുഹൃത്തുക്കളെയും നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. നമ്മൾ വൃദ്ധനായി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മക്കളെയും അതേപോലെ തന്നെ സമൂഹത്തെയും തന്നെ ചിലപ്പോൾ നാം ആശ്രയിക്കേണ്ട അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ബന്ധങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് പോലെ തന്നെ അതിൻ്റെ അനിവാര്യതയുമാണ്. മനുഷ്യബന്ധങ്ങളെ സംബന്ധിച്ച് എല്ലാ മതങ്ങളും വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് വിശാലമാകുമ്പോഴാണ്, ഇന്നത്തെ എൻ്റെ വിഷയവും, മനസ്സ് വിശാലമാകുമ്പോഴാണ് നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും ആ ഉള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും കഴിയുകയുള്ളൂ. അതിനുള്ള ധാരാളം വഴികളുണ്ട്. മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട് അതിന് ധാരാളം വഴികളുണ്ട്. ആ വഴികളെല്ലാം ഇവിടെ ഇപ്പം പരാമർശിക്കുക കഴിയില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു 5 പോയിന്റ് ഈ നിശ്ചയിക്കപ്പെട്ട സമയത്തിനുള്ളിൽ നിങ്ങളുമായി പങ്കുവെക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്ന്, എല്ലാവരെയും ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ കഴിയുക എന്നതാണ്. അങ്ങനെയുള്ള ഒരു മനസ്സ്, എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുക എന്ന ആ മനസ്സ് ഒരു വലിയ അനുഗ്രഹമാണ്. നമുക്ക് മനുഷ്യൻ, ഒരു വ്യക്തി എന്ന നിലക്ക് നമുക്ക് കിട്ടുന്ന വലിയ അനുഗ്രഹമാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശേഷിപ്പിച്ചത്, അങ്ങനെയുള്ള സ്നേഹബന്ധത്തെ വിശേഷിച്ചത് അഹബ്ബാലില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി നിങ്ങൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സ്നേഹിക്കുന്നത് ദൈവത്തിങ്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന ഒരു ആരാധനയാണ് എന്നാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. യേശുക്രിസ്തുവിൻ്റെ പ്രസിദ്ധമായ വാചകം നമുക്കറിയാം, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നത്. സ്നേഹം എന്നത് മനുഷ്യരെ കൂട്ടിയിണക്കുന്ന ഒരു വലിയ ഘടകമാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്നതാണ് വിദ്വേഷം എന്നത്. വിദ്വേഷത്തെ സംബന്ധിച്ച് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അതിൻ്റെ 12-ാം അധ്യായത്തിൽ 13-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്,
സകല ജീവികളോടും ദേഷ്യമില്ലാത്തവനും സൗഹൃദവും കരുണയും ഉള്ളവനുമാണ് എനിക്കേറ്റവും പ്രിയപ്പെട്ട ഭക്തൻ എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ശരിയായ ഭക്തൻ എന്ന് പറയുന്നത് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്നവനും ആരോടും ദ്വേഷം വെക്കാൻ കഴിയാത്തവനുമാണ് എന്ന് ആ ഹൈന്ദവ ആത്മീയ ഗ്രന്ഥം പറയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഏത് മതമെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഇനി സ്നേഹം എന്നതിന് വലിയ പ്രാധാന്യം, മനുഷ്യബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്താൽ നമുക്ക് കാണാൻ കഴിയും. ഗൗതമ ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്ത് വിദ്വേഷത്തെ അവസാനിപ്പിക്കേണ്ടത് വിദ്വേഷം കൊണ്ടല്ല, മറിച്ച് വിദ്വേഷത്തെ അവസാനിപ്പിക്കേണ്ടത് സ്നേഹം കൊണ്ടാണ് എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ളത്. സ്നേഹം എന്ന് നമ്മൾ പറയുമ്പോൾ അത് കേവലമായ ഒരു പ്രേമവോ പ്രണയമോ അല്ല. അത് ഒരുപാട് ഘടകങ്ങൾ ചേർന്ന ഒന്നാണ്. കരുണ, ദയ, സഹാനുഭൂതി, അതേപോലെ തന്നെ പരസ്പരമുള്ള ബഹുമാനം, ത്യാഗം, ഇതെല്ലാം കൂടി ചേർന്ന് കൊണ്ടുവരുന്ന, എല്ലാം ഉൾച്ചേർന്നിരിക്കുന്ന ഒന്നാണ് സ്നേഹം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. എന്നാൽ വലിയ സ്നേഹത്തോടെ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ ഒരു കരുതിവെപ്പുമില്ലാതെ മനുഷ്യനെ ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ കഴിയുക എന്നതാണ് ഒന്നാമതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ള പോയിന്റ്. അതിന് നമ്മൾ വളരെ മഹാകവി കുമാരനാശാന്റെ ഒരു കവിത നമ്മൾ എല്ലാവരും സാധാരണ ഉദ്ധരിക്കാറുള്ളതാണ്, സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്നത്. അപ്പോ ആ അർത്ഥത്തിൽ നമ്മുടെ മനസ്സ് വിശാലമാകുകയും ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏറ്റവും പ്രഥമമായിട്ടുള്ളത് നമ്മൾക്ക് ആളുകളെ സ്നേഹിക്കാൻ, ഉള്ളു തുറന്ന് ആളുകളെ സ്നേഹിക്കാൻ കഴിയണം എന്നാണ്. മറ്റൊന്ന് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു സ്വഭാവമാണ്, അത് മറ്റുള്ള ആളുകളുടെ കുറ്റങ്ങളും കുറവുകളും അന്വേഷിച്ചു നടക്കാതിരിക്കുക എന്നാണ്. നമ്മളൊക്കെ വളരെ പ്രചാരത്തിലുള്ള ഒരു പഴമൊഴിയുണ്ടല്ലോ, ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന്. ഞാനതിനെ വിശദീകരിക്കേണ്ടതില്ല. നമ്മൾ ദോഷൈക ദൃക്കുകൾ എന്നൊക്കെ അത്തരക്കാരെ കുറിച്ച് പറയും. അവരിൽ ഉൾപ്പെടാതിരിക്കുക എന്നതാണ് എൻ്റെ രണ്ടാമത്തെ പോയിന്റ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും കുറ്റവും കുറവും മറ്റുള്ളവരുടെ കുറവും അന്വേഷിച്ച് നടക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മുടെ സച്ചിദാനന്ദൻ, കവി സച്ചിദാനന്ദൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മാധ്യമം ആഴ്ചപ്പതിപ്പിൽ ഒരു ഗദ്യ കവിത എഴുതിയിരുന്നു. വർഷങ്ങളായി എനിക്ക് എൻ്റെ ഓർമ്മയിൽ നിന്ന് ചില വരികൾ, ഇന്നും എൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട ചില വരികൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അദ്ദേഹം എഴുതിയത്, മനുഷ്യർ രണ്ടു തരമാകുന്നു, പണിയെടുക്കുന്നവനും നോക്കി നിൽക്കുന്നവരും. പണിയെടുക്കുന്നവൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു, വരും വരായികൾ ശ്രദ്ധിക്കാതെ. നോക്കി നിൽക്കുന്നവൻ കുറ്റവും കുറവും കാണുന്നു. ഇത്തരക്കാർ ശ്വസിക്കുന്നത് പോലും അന്തരീക്ഷത്തിൽ ദുർഗന്ധമുണ്ടെന്ന് ഉറപ്പുവരുത്താനാണ്. ഇത്തരക്കാർ ശ്വസിക്കുന്നത് പോലും അന്തരീക്ഷത്തിൽ ദുർഗന്ധമുണ്ടെന്ന് ഉറപ്പുവരുത്താനാണ്. അവർ വെളിച്ചത്തിനിടയിലും ഇരുട്ടിനെ തിരയുന്നു. അവർ വെളിച്ചത്തിനിടയിലും ഇരുട്ടിനെ തിരയുന്നു. ആളുകളുടെ നന്മകൾ കാണാതിരിക്കുകയും അവരുടെ കുറവുകൾ തിരയുകയും ചെയ്യുന്ന ഈ മനോഗതിയെയാണ് സച്ചിദാനന്ദൻ വളരെ രൂക്ഷമായി വിമർശിച്ചിട്ടുള്ളത്. നമ്മൾ ഒക്കെ പറഞ്ഞു കേൾക്കാറുള്ള ഒരു കഥയുണ്ട്. ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയോട് ചോദിച്ചു, ഒരു വെള്ള കടലാസിൽ ഒരു പൊട്ട് ഇട്ടിട്ട്, ഒരു കറുത്ത പൊട്ട് ഇട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ കാണുന്നു ചോദിച്ചപ്പോൾ കുട്ടികളെല്ലാവരും പറഞ്ഞ കറുത്ത പൊട്ട് കാണുന്നു. ആ കറുത്ത പൊട്ട് കാണുകയും ആ കറുത്ത പൊട്ടിന് ചുറ്റുമുള്ള വലിയ വെളുപ്പിനെ കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാവരുത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ശ്രീരാമകൃഷ്ണ പരമഹംസനുമായി ബന്ധപ്പെട്ട ഒരു വചനമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ദൈവത്തെ തേടാൻ പോകുന്ന മനസ്സ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കരുത് എന്ന്. നിങ്ങൾ ദൈവസാമീപ്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ കുറ്റം എണ്ണിക്കൊണ്ടിരിക്കരുത് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്, ശ്രീരാമകൃഷ്ണ പരമഹംസനുമായി ബന്ധപ്പെട്ട. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരാൾ വന്നിങ്ങനെ മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. അദ്ദേഹം ഇതൊക്കെ സശ്രദ്ധം കേട്ടു, വളരെ സൗമ്യനായി. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, പിന്നെ നീ ചന്തയിൽ പോയാൽ അവിടെയുള്ള ചെളിയും മാലിന്യവുമെല്ലാം ഒരു ചാക്കിൽ കെട്ടി വീട്ടിൽ കൊണ്ടുവരുമോ എന്ന്. ആഗതം പറഞ്ഞു, ഇല്ല, അതെന്താണ് അങ്ങനെ ചോദിച്ചത്, അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ലല്ലോ എന്ന്. അപ്പം അദ്ദേഹത്തിൻ്റെ മറുപടി, പിന്നെന്തിനാണ്
നീ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളുമൊക്കെ മനസ്സിൽ ചുമന്ന് നടക്കുന്നത് എന്ന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, മനസ്സ് എന്നത് ഒരു ക്ഷേത്രം പോലെയാണ്. അതിൽ മാലിന്യം സംഭരിച്ചാൽ സമാധാനം താമസിക്കില്ല. ഇത്ര അർത്ഥവത്താണ് ആ വാചകമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അതേപോലെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വലാ തജസ്സസു, നിങ്ങൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കുറവുകൾ ചൂഴ്ന്നന്വേഷിക്കരുത്. എന്നിട്ട് അത് അവസാനിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ, നിന്റെ സുഹൃത്തിൻ്റെ ശവം തിന്നാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന്. അത്ര രൂക്ഷമായാണ് വിശുദ്ധ ഖുർആൻ ഈ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പരതി നടക്കുന്ന ആളുകളെ രൂക്ഷമായാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇതാണ് എൻ്റെ രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, മറ്റുള്ളവരുടെ തെറ്റുകൾ പുറത്തു കൊടുക്കാൻ നമുക്ക് കഴിയണം എന്നതാണ്. മറ്റുള്ളവരുടെ തെറ്റുകൾ പുറത്തു കൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മളും തെറ്റുകൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഞാൻ ഒരു തെറ്റും ചെയ്യാത്ത ആളാണെന്ന്? കഴിയുമോ ആർക്കെങ്കിലും? ചോദ്യമാണ്, എനിക്ക് മറുപടി പറയാം. ഞാൻ ഒരു തെറ്റും ജീവിതത്തിൽ ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല എന്ന് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പൊ നമ്മൾ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, സംഭവിക്കും, മനുഷ്യൻ പ്രകൃതമാണത്. നമ്മൾ നമ്മുടെ തെറ്റുകൾ പുറത്തു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ ന്യായമാണ് നമ്മൾ മറ്റുള്ളവരുടെ തെറ്റും വീഴ്ചകളും നമ്മളും പുറത്തു കൊടുക്കണമെന്നത് വളരെ പ്രാഥമികമായ ഒരു ന്യായമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാത്മാഗാന്ധി പറഞ്ഞു, ദ വീക്ക് ക്യാൻ നെവർ ഫോർഗീവ്, ഫോർഗീവ്നെസ് ഈസ് ദ ആട്രിബ്യൂട്ട് ഓഫ് ദി സ്ട്രോങ്. ദുർബലർക്കൊരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല, പുറത്തു കൊടുക്കാൻ കഴിയില്ല. ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ കഴിയുന്നത് ശക്തന്റെ മഹത്വമാണ് എന്ന്. അപ്പൊ മറ്റുള്ളവരുടെ വീഴ്ചകളും തെറ്റുകളും നമുക്ക് പുറത്തു കൊടുക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ കരുത്താണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്, ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. നിങ്ങൾ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക, അപ്പോൾ നിന്റെ ശത്രുവിനെ പോലും നിനക്ക് മിത്രമാക്കിക്കെടുക്കാൻ കഴിയുമെന്ന്. പ്രതികാര മനസ്സുമായി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഒരവസരം കിട്ടുമ്പോൾ അവരത് ആ പ്രതികാരം ചെയ്തിരിക്കും. നിസാര കാര്യങ്ങൾക്ക് വരെ, കുടുംബ ബന്ധങ്ങൾ വരെ തകർക്കുന്നവർ. പക്ഷേ കല്യാണത്തിന് വിളിച്ചില്ല, കല്യാണത്തിന് ആലോചിച്ചില്ല, എന്നോട് നേരത്തെ പറഞ്ഞില്ല എന്നൊക്കെയുള്ള നിസാര കാര്യം. അതുകൊണ്ട് ഇനി എൻ്റെ മകളുടെ കല്യാണം വരുമ്പോൾ ഞാനും അവനെ വിളിക്കില്ല, അല്ലെങ്കിൽ അവനോട് ആലോചിക്കില്ല എന്ന് തീരുമാനിച്ച് നടക്കുന്ന ആളുകൾ എത്രയോ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. എത്ര കുടുംബ ബന്ധങ്ങളാണ് അതുവഴി തകർക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. പ്രതികാരത്തിന്റെ പേരിൽ എത്ര കൊലപാതകങ്ങളാണ് രാജ്യത്ത്, നാട്ടില്, ലോകത്തൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നാം ആലോചിക്കണം. മഹാത്മാഗാന്ധി അതിനെ സംബന്ധിച്ച് പറഞ്ഞത്, an eye for an eye makes the whole world blind. നിങ്ങൾ കണ്ണിന് കണ്ണ് എന്ന ഒരു പ്രതികാര മനസ്സുമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ലോകം മുഴുവനായും അന്ധരാകും എന്ന്. നമ്മൾ പുറത്തു കൊടുക്കുക മാത്രമല്ല, ആ പുറത്തു കൊടുക്കുന്നതോടൊപ്പം തന്നെ അത് മനസ്സിൽ നിന്ന് പൂർണ്ണമായി മായ്ച്ചു കളയാൻ കഴിയണം, മറന്നു പോകാൻ കഴിയണം. അറബി ഭാഷയിൽ അഫു എന്ന് പറയും. അഫു ആണ് അറബി ഭാഷയിൽ പറയുക ഈ പുറത്തു കൊടുക്കുന്നതിന്. അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്, നമ്മൾ ഈ മണൽ പരപ്പിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ കാലടിയുടെ കാൽപ്പാടുകൾ അവിടെ പതിയും. അങ്ങനെ പതിഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്ക് ഒരു കാറ്റടിച്ച് കഴിഞ്ഞാൽ ആ കാൽപാദം അങ്ങനെ എന്താ പറയാ, അങ്ങനെ ഒരാൾ നടന്നു എന്ന പോലും അടയാളമില്ലാത്തവണ്ണം അത് മാഞ്ഞു പോകും. ആ സ്വഭാവത്തിൽ നിങ്ങൾക്ക് ആളുകളുടെ തെറ്റുകൾ പുറത്തു കൊടുക്കാൻ കഴിയണം എന്നാണ് പറഞ്ഞത്. ഞാൻ ശ്രീരാമകൃഷ്ണ പരമഹംസനെ ഒരിക്കൽ കൂടി ഉദ്ധരിക്കുകയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് ആ കഥ പ്രചരിച്ചിട്ടുള്ളത്. അദ്ദേഹവും ഒരു ശിഷ്യനും കൂടി ഒരു യാത്ര പോവുകയാണ്. യാത്ര പോകുമ്പോൾ വഴിയിൽ ഒരു പുഴ മുറിച്ച് കടന്നു വേണം അവർക്ക് പോകാൻ. അവിടെ എത്തിയപ്പോൾ ഈ പുഴ കടക്കാൻ പ്രയാസപ്പെടുന്ന ഒരു യുവതിയായ ഒരു സ്ത്രീ ആ പുഴക്കരയിൽ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോ ശ്രീരാമകൃഷ്ണ പരമഹംസൻ, ഓർക്കണം അദ്ദേഹം സന്യാസിയാണ്, ഈ സ്ത്രീയെ ചുവലിലേറ്റി പുഴയുടെ അക്കരയിലെത്തിച്ചു. ഈ യുവതിയെ ചുവലിലേറ്റി അക്കരെ എത്തിച്ചു. പക്ഷെ ഒപ്പമുണ്ടായിരുന്ന യുവാവായ ശിഷ്യന് ഇത് തീരെ സഹിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിങ്ങനെ അസ്വസ്ഥമായിക്കൊണ്ടേയിരുന്നു. പക്ഷെ ഒന്നും അപ്പം ചോദിച്ചില്ല.
പക്ഷേ ഈ അസ്വസ്ഥതയും പേറിയ അദ്ദേഹം മണിക്കൂറുകൾ ഗുരുവിനോടൊപ്പം സഞ്ചരിച്ചു. എന്നിട്ട് ഏതാനും മണിക്കൂറുകൾ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഗുരു, നമ്മൾ സന്യാസിമാരല്ലേ, എന്തിനാണ് താങ്കൾ ആ സ്ത്രീയെ ഇങ്ങനെ ചുവലിലേറ്റിയത്? എന്ന് പറഞ്ഞാൽ സന്യാസ ധർമ്മമനുസരിച്ച് സ്ത്രീകളെ സ്പർശിക്കാൻ പാടില്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് താങ്കൾ അവരെ ഇങ്ങനെ സ്പർശിച്ചു അല്ലെങ്കിൽ അവരെ ചുമന്നു? അതിന് ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. ഞാൻ ആ സ്ത്രീയെ, ആ യുവതിയെ ആ നദിക്കരയിൽ തന്നെ ഇറക്കി വെച്ചിട്ടാണ് പോകുന്നത്. നീ ഇപ്പോഴും അവളെ മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കുകയാണല്ലോ എന്ന്. ഈ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ആളുകളുടെ കുറ്റങ്ങളും കുറവുകളും ഇങ്ങനെ മനസ്സിൽ പേറി നടക്കുന്ന ആളുകളുടെ മനുഷ്യരുടെ അവസ്ഥ എന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നമ്മൾ കുറ്റങ്ങളും കുറവുകളും തേടി നടക്കുകയാണെങ്കിൽ, ഇങ്ങനെ മറക്കാതെ കൊണ്ടു നടക്കുകയാണെങ്കിൽ മനസ്സിൽ ഒരു ഭാരവും താങ്ങി നാം ജീവിക്കേണ്ടി വരും. ഇമാം ഷാഫിയുടെ ഒരു പ്രസിദ്ധമായ വചനമുണ്ട്, ലമ്മാ അഫഫ്തു വലം അഹ്ഖിദ് അലാ അഹദിൻ അറഹ്തു നഫ്സി ഫീ ഹമ്മിൽ അദാവത്തി. ഞാൻ ആളുകളോട് ക്ഷമിക്കുകയും ആരോടും പകവച്ച് നടക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ശത്രുക്കളുടെ ഭാരത്തിൽ നിന്ന് എൻ്റെ മനസ്സ് മോചിതമായി. എൻ്റെ മനസ്സ് മോചിതമായി. ഈ ഭാരമൊന്ന് ഇറക്കി വെക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആളുകൾക്ക് ഞാൻ പുറത്തു കൊടുക്കുകയും അവരോട് പകവച്ച് നടക്കാതിരിക്കുകയും ചെയ്യുന്നപ്പോൾ എന്ന്. അപ്പൊ മനസ്സ് സമാധാനത്തോടു കൂടി ജീവിക്കണമെങ്കിൽ, മനസ്സമാധാനത്തോട് ജീവിക്കണമെങ്കിൽ തന്നെ ഇത് എന്താ പറയുക, ഈ ഭാരം ഇറക്കി വെക്കാൻ നമുക്ക് കഴിയണം. എൻ്റെ 4ാമത്തെ പോയിന്റ് നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക എന്നതാണ്. നമ്മുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ആരെങ്കിലും വല്ലതും നമ്മളോട് പറഞ്ഞാൽ നമുക്കത് സഹിക്കുമോ? നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും മറ്റുള്ളവർ, നമ്മുടെ സുഹൃത്തുക്കള്, അങ്ങനെ അതിൽപ്പെട്ട ആരെങ്കിലും നമ്മളോട് പറഞ്ഞാൽ നമുക്കത് സഹിക്കാൻ കഴിയുമോ? കഴിയും. ഇല്ല. നമുക്കതിങ്ങനെ വേദന ഉണ്ടാവും. അവരുടെ സ്വാതന്ത്ര്യമാണ് സംസാരിക്കാനുള്ള കഴിവ് എന്നുള്ളത്. അവർക്ക് എന്തും പറയാം. അത് സ്വീകരിക്കണോ വേണ്ടയോ നമ്മുടെ ചോയ്സ് ആണ്. ഓക്കെ. അതേസമയം നമുക്കത് മനസ്സിന് വിഷമമുണ്ടാക്കില്ല എന്നാണ് എന്റെ ചോദ്യം. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ മറ്റുള്ളവർ അവരുടെ ചോയ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ കുറിച്ചൊരു മോശമായ കാര്യം പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വേദന ഉണ്ടാവില്ല എന്ന് ഞാൻ ചോദിച്ചത്. അതേപോലെ തന്നെ നമ്മളും ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ മറ്റുള്ളവരോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും വേദനിക്കും എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മൾ പറയാറുണ്ടല്ലോ, വാവിട്ട വാക്കും വില്ലിൽ നിന്ന് കുലച്ച അമ്പും തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്ന്. നമുക്ക് പറഞ്ഞുപോയി, പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല, അത് കയ്യിൽ നിന്ന് വിട്ടുപോയി. അതില് ഒരു അറബി കവിത ഞാൻ ഉദ്ധരിക്കുകയാണ്. ജിറാഹാത്തു സിഹാമി ലഹൽ തിആമു വലാ യൽതഇമു മാ ജറഹൽ ലിസാനു. അമ്പുകൾ ഏൽപ്പിക്കുന്ന മുറിവ് സുഖപ്പെടുത്തുവാൻ കഴിയും, എന്നാൽ നാവ് കൊണ്ടുള്ള മുറിവ് സുഖപ്പെടുകയില്ല എന്ന്. വളരെ എത്ര അർത്ഥവത്താണ് വാചകമെന്ന് നാം ആലോചിക്കുക. അപ്പോൾ ജനങ്ങളോട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ, നല്ല രീതിയിൽ വർത്തിക്കുവാനും അവരോട് നന്മയിൽ പെരുമാറാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അപ്പോഴാണ് ജനമനസ്സുകളെ നമുക്ക് കീഴടക്കാൻ കഴിയുക. അഹ്സിൻ ഇലന്നാസി തസ്തഅബിദു ഖുലൂബുഹും ഫതാലമാ ഇസ്തഅബദൽ ഇൻസാന ഇഹ്സാനു. നീ ജനങ്ങളോട് നന്മ ചെയ്യുക, അതുവഴി അവരുടെ ഹൃദയങ്ങളെ നിനക്ക് കീഴടക്കാൻ കഴിയും. എത്രയെത്ര ആളുകളെയാണ്, എത്രയെത്ര മനുഷ്യഹൃദയങ്ങളെയാണ് നന്മ കീഴടക്കിയിട്ടുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. അറബി ഭാഷയിൽ ഒരു ചൊല്ലുണ്ട്, ലിസാനുൽ ആഖിലി വറാ ഖൽബിഹി വ ഖൽബുൽ അഹ്മഖി വറാ ലിസാനിഹി. ലിസാനുൽ ആഖിലി വറാ ഖൽബിഹി, ബുദ്ധിമാന്റെ നാവ് എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ പിന്നിലാണ്. എന്ന് പറഞ്ഞാൽ അവൻ വളരെ ആലോചിച്ചതിന് ശേഷമേ, എൻ്റെ വാക്ക് എവിടെ എങ്ങനെ പ്രയോഗിക്കണമെന്ന് ആലോചിച്ചതിന് ശേഷമേ അവൻ സംസാരിക്കുകയുള്ളൂ. വ ഖൽബുൽ അഹ്മഖി വറാ ലിസാനിഹി. അതേസമയം വിഡ്ഢിയുടെ ഹൃദയം നാവിൻ്റെ പിറകിലാണ്. അവൻ ഒരു ആലോചനയുമില്ലാതെ അവൻ്റെ നാവായിരിക്കും അവൻ്റെ ഹൃദയത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുക എന്ന്. അപ്പോൾ നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയണം എന്നതാണ് 4ാമതായി എനിക്ക് പറയാനുള്ള പോയിന്റ്. 5ാമതായി, ഒരാളോടും ഒരു വിധത്തിലുള്ള അസൂയയും നമ്മൾ നമ്മുടെ മനസ്സിൽ വെച്ച് പുലർത്തരുത് എന്നാണ്. എന്താണ് അസൂയക്ക് ഒരു നിർവചനം പറയാവോ ആർക്കെങ്കിലും? എന്താണ് അസൂയ? നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന ഒരു പദമാണ് അസൂയ.
ഒരു അതിനൊരു നിർവചനം പറയാമോ ആർക്കെങ്കിലും? മറ്റുള്ളവരുടെ വളർച്ചയിൽ എന്താണ് വിഷമം ഉണ്ടാകുക. വിഷമമുണ്ടാകുക. ഓക്കെ, പറയാം സാറേ. എനിക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്ക് കിട്ടരുത് എന്നൊരു തോന്നല്. അതെ, നമ്മുടെ നന്മകളെ നശിപ്പിക്കുന്നുള്ളതാണ്. തീ വിറകിനെ തിന്നും പ്രകാരം കറക്റ്റ്. അങ്ങനെ ഒരു പ്രവാചകനുണ്ട്. നന്മകളെ അസൂയ ഇല്ലാതാക്കും. അതായത് മറ്റുള്ളവർക്കുണ്ടാകുന്ന നന്മയിൽ, അവരുടെ ഒരു നേട്ടത്തിൽ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു ചൊറിച്ചിൽ ഇല്ലേ, അതിനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ചൊറിച്ചിൽ. അതേപോലെ തന്നെ ആ നേട്ടം അയാളിൽ നിന്ന് മാറിപ്പോവുകയാണെങ്കിൽ, ആ നന്മ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വളർച്ച അദ്ദേഹത്തിൽ നിന്ന് നീങ്ങിപ്പോവുകയാണെങ്കിൽ നമുക്കൊരു മനസ്സിന് സമാധാനം കിട്ടുക, അല്ലെങ്കിൽ ഒരു സുഖം കിട്ടുക. ഇതിനെയാണ് നമ്മൾ അസൂയ എന്ന് പറയും. ഇവിടെ അത് പറഞ്ഞ് വിശദീകരിച്ചു. അതാണ് അത്. പിന്നെ വിറകിനെ തീ നശിപ്പിക്കുന്നത് പോലെ തന്നെ ഇവിടെ പാരോ പറഞ്ഞല്ലോ, നന്മകളെ അസൂയ നശിപ്പിച്ച് കളയും എന്ന് പറഞ്ഞു. ഇതിൽ ഏറ്റവും രസകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ അസൂയ ആരോടാ കാണിക്കുക? ഇന്നലെ സായി സാറിന്റെ പ്രഭാഷണത്തിൽ അദ്ദേഹം നമ്മളുടെ സ്നേഹബന്ധങ്ങളുടെ ചില സോണുകൾ വരച്ചിരുന്നു. ഈ സോണിൽ ഏത് സോണിൽപ്പെട്ടവരോടാണ് നമുക്ക് അസൂയ ഉണ്ടാവുക? നമ്മളോട് ഏറ്റവും അടുത്ത നമുക്ക് ആർക്കും അംബാനിയോടും അദാനിയോടും ഒരു അസൂയയില്ല. ഉണ്ടോ? ഇല്ല. അതേ സമയത്ത് നമ്മളുമായിട്ട് ഇടപഴകുന്ന, നമ്മളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകളുടെ കാര്യത്തിലാണ് അസൂയ. ഇത് നമ്മുടെ നന്മകളെ തകർത്ത് കളയുന്ന ഒന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള എന്താ പറയുക, ആ ദുസ്വഭാവത്തിൽ നിന്ന് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം നമുക്ക് വിശാലമാക്കി എടുക്കാൻ കഴിയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ 5 പോയിന്റുകളാണ് പറഞ്ഞത്. 1, എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുക. 2, മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും അന്വേഷിച്ച് നടക്കാതിരിക്കുക. 3, മറ്റുള്ളവരുടെ തെറ്റുകൾ പുറത്തു കൊടുക്കുക. 4, നാവ് നിയന്ത്രിക്കുക. 5, ആരോടും അസൂയപ്പെടാതിരിക്കുക. ഈ 5 കാര്യങ്ങളൊന്നും മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ മനുഷ്യബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ നമ്മൾ വിശദീകരിക്കേണ്ടതില്ല. ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട 5 പോയിന്റുകളുമായി പങ്കുവച്ചു എന്നേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ഒരുപോലെ ചിന്തിപ്പിക്കാൻ നമുക്ക് കഴിയില്ല, പക്ഷേ എല്ലാവരെയും ബഹുമാനിക്കാൻ നമുക്ക് കഴിയും. നമുക്കെല്ലാവരെയും നമ്മെപ്പോലെ വിശ്വസിപ്പിക്കാൻ കഴിയില്ല, പക്ഷെ എല്ലാവരെയും സ്നേഹത്തോടെ കാണാൻ നമുക്ക് കഴിയും. നമുക്ക് എല്ലാവരെയും മാറ്റിയെടുക്കാൻ കഴിയില്ല, പക്ഷെ നമ്മുടെ മനസ്സ് നമുക്ക് വിശാലമാക്കാൻ കഴിയും. അപ്പോഴാണ് കുടുംബങ്ങൾ കൂടുതൽ മനോഹരമാകും, സമൂഹം കൂടുതൽ സമാധാനപൂർണമാകും, രാജ്യം കൂടുതൽ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകും. അങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് വളർത്തിയെടുക്കാം, ക്ഷമിക്കാൻ കഴിയുന്ന ഒരു ഹൃദയവിശാലത നമുക്ക് വളർത്തിയെടുക്കാം. കുറ്റങ്ങൾ അന്വേഷിക്കുന്നവരല്ല, നന്മകൾ കണ്ടെത്തുന്നവരായി നമുക്ക് മാറാം. APJ അബ്ദുൽ കലാമിൻ്റെ ഒരു വാചകം കൂടി ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഉപസംഹരിക്കുകയാണ്. ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ, ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ. സൂര്യനെ പോലെ പ്രകാശിക്കണമെങ്കിൽ സൂര്യനെ പോലെ ജ്വലിക്കാൻ തയ്യാറാകണം. എന്നെ ശ്രവിച്ച ഓരോരുത്തർക്കും, ഇതിൻ്റെ സംഘാടകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഹലോ, ആം ഐ ഓഡിബിൾ? ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ഹൃദയങ്ങൾ തമ്മിലുള്ള ദൂരം കുറയുന്നത് കാലടികളാലല്ല, മനസ്സുകളുടെ വിശാലതയിലാണ് എന്ന സത്യം ഇന്ന് വീണ്ടും നമ്മെ ഓർമ്മിപ്പിച്ച ഒരു പുലർക്കാലമായിരുന്നു ഇത്. ബ്രോഡൻ യുവർ മൈൻഡ്, സ്ട്രെങ്തൻ യുവർ റിലേഷൻഷിപ്പ് എന്ന വിഷയത്തിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട KM ബഷീർ സാർ ബന്ധങ്ങളുടെ യഥാർത്ഥ സൗന്ദര്യം വളരെ ലളിതമായും ഹൃദയസ്പർശിയായും അവതരിപ്പിച്ചു. തുറന്ന മനസ്സോടെ സ്നേഹിക്കണമെന്നും മറ്റുള്ളവരുടെ തെറ്റുകൾ തിരയുന്നതിന് പകരം അവരുടെ നന്മകൾ കാണണമെന്നും തുടങ്ങി 5 കാര്യങ്ങൾ, 5 മഹത്തായ പോയിന്റുകൾ മതഗ്രന്ഥങ്ങളുടെയും കവിതകളുടെയും ജീവിതാനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിച്ചു.
4 പതിറ്റാണ്ടുകളുടെ പ്രവാസാനുഭവം കാലത്തിന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ട ഒരു മഹത്തായ പാഠശാലയാണ്. ആ അനുഭവങ്ങളുടെ മുത്തുകൾ ഇന്ന് നമുക്കായി കോർത്തിണക്കി നൽകിയ പ്രിയപ്പെട്ട പ്രഭാഷകന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. കുമാരനാശാന്റെ വരികൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. സ്നേഹമാണ് അഖില സാരമൊഴിയിൽ എന്ന സത്യം ഇന്നത്തെ ഓരോ വാക്കിലും അദ്ദേഹം നിറച്ചു നൽകി. ശാസ്ത്രലോകത്തൊരു സിദ്ധാന്തമുണ്ട്, ദ ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ സം ഓഫ് ഇറ്റ്സ് പാർട്സ്. ഒറ്റപ്പെട്ട വ്യക്തികളെക്കാൾ മഹത്തരമാണ് പരസ്പരം ബന്ധപ്പെട്ടു നിൽക്കുന്ന മനുഷ്യഹൃദയങ്ങൾ. അതാണ് ഇന്ന് എനിക്ക് കിട്ടിയ വലിയ സന്ദേശം. അതേപോലെ മദർ തെരേസയുടെ വാക്കുകളാണ് എനിക്ക് ഓർമ്മ വന്നത്. സ്പ്രെഡ് ലവ് എവറിവെയർ യു ഗോ, ലെറ്റ് നോ വൺ എവർ കം ടു യു വിത്തൗട്ട് ലിവിങ് ഹാപ്പിയർ. ഇന്നത്തെ പ്രഭാഷണം കേട്ടിറങ്ങുന്ന ഓരോരുത്തരും അല്പം കൂടുതൽ വിശാലമായ മനസ്സോടെയും അല്പം കൂടുതൽ സ്നേഹത്തോടെയും മടങ്ങുകയാണ്. ഈ അറിവിന്റെയും അനുഭവത്തിന്റെയും പൂന്തോട്ടം നമുക്കായി തുറന്നു തന്ന സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഈ പരിപാടിയുടെ വിജയത്തിനായി പ്രവർത്തിച്ച സംഘാടകർക്കും സാങ്കേതിക സഹായം നൽകിയവർക്കും ഏറ്റവും പ്രധാനമായി സമയം കണ്ടെത്തി പങ്കുചേർന്ന എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹപൂർവ്വമായി നന്ദി. ഉറക്കത്തിന്റെ സുഖവും വിശ്രമത്തിന്റെ നിമിഷങ്ങളും മാറ്റിവെച്ച് അതിരാവിലെ ഈ സമയത്ത് അറിവിനോടും സ്നേഹത്തിനും ആത്മവികസനത്തിനുമായി ആഗ്രഹിച്ചു വന്ന പ്രവാസി സുഹൃത്തുക്കൾക്ക് ഇന്ന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അവസാനമായി ഖലീൽ ജിബ്രാന്റെ മനോഹരമായ ഒരു ചിന്ത, ലെറ്റ് ദേർ ബി സ്പേസസ് ഇൻ യുവർ ടുഗദർനെസ്. അതെ, നിങ്ങളുടെ ഒരുമയിൽ പോലും പരസ്പരം വളരാനുള്ള വിശാലത ഉണ്ടായിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗുഡ് ഡേ.